ബി.ജെ.പി. ഭരിക്കുന്ന പന്തളം നഗരസഭാ അധ്യക്ഷയും ഉപാധ്യക്ഷയും രാജിവെച്ചു. സുശീല സന്തോഷും യു രമ്യയുമാണ് രാജിവെച്ചത്. നാളെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെയാണ് രാജി. പാർട്ടി അടുത്ത ഉചിതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അവർ വ്യക്തിപരമായിട്ടുള്ള അസൗകര്യം കൊണ്ട് രാജിവെക്കുകയാണെന്നാണ് പറഞ്ഞത്. അത് പാർട്ടി അംഗീകരിച്ചു, അത്രയേ ഉള്ളൂ. ബി.ജെ.പിയെ അകറ്റി നിർത്താൻ വേണ്ടി LDF, UDF എന്ത് ശ്രമം നടത്തിയാലും ആ ശ്രമങ്ങളൊന്നും വിജയിക്കത്തില്ല. അത് വ്യാമോഹമായിട്ട് അവരുടെ കയ്യിൽ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. ബി.ജെ.പി. തന്നെ ഇവിടെ പറ്റും. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, നാളെ അവിശ്വാസ പ്രമേയം പരിഗണനയ്ക്ക് എടുക്കാനിരിക്കെയാണ് ഇങ്ങനൊരു രാജി. ഇപ്പോഴും പക്ഷേ ബി.ജെ.പി. പ്രതീക്ഷയിലാണോ? നാളെ എന്ത് സംഭവിക്കുമെന്നാണ് കരുതുന്നത്? അവിശ്വാസ പ്രമേയം നാളെ നടക്കില്ല അനുജ. കാരണം അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ആവശ്യം കൃത്യമായ രീതിയിൽ സുശീല സന്തോഷും അതുപോലെ തന്നെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ യു രമ്യയും രാജിവെക്കുക എന്നതായിരുന്നു. നിലവിൽ ബി.ജെ.പി. മത്സരിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം ചർച്ചക്കെടുത്തിരുന്നുവെങ്കിൽ ബി.ജെ.പിക്ക് കൃത്യമായ രീതിയിൽ വോട്ടുകൾ ഉണ്ടായിരുന്നില്ല. 18 അംഗ കൗൺസിലേഴ്സ് ഉണ്ടെങ്കിലും നിലവിൽ 15 പേരുടെ പിന്തുണ മാത്രമേ സുശീല സന്തോഷിനും യു രമ്യയ്ക്കും അടങ്ങുന്ന ഭരണസമിതിക്ക് ഉണ്ടായിരുന്നുള്ളൂ. 3 ബി.ജെ.പി. കൗൺസിലേഴ്സ് ഇടഞ്ഞു നിൽക്കുകയാണ്. അതിലൊരു ബി.ജെ.പി. കൗൺസിലറായ KV പ്രഭ എന്നയാളെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു പാർട്ടിയിൽ നിന്ന്. ഈ പക്ഷത്തിനോടൊപ്പം ചേർന്ന് ഈ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പുവെക്കുക കൂടി ചെയ്തു ആ നോട്ടീസിൽ. എന്തായാലും നാളെ അവിശ്വാസ പ്രമേയ ചർച്ച നടക്കില്ല. ഈ ഒരു ഘട്ടത്തിൽ അവിശ്വാസ പ്രമേയത്തിന് യാതൊരു പ്രസക്തിയുമില്ല. എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിയിലെ പടലപ്പടക്കമാണ് ഭരണം കിട്ടിയ രണ്ടാമത്തെ നഗരസഭ. 2 നഗരസഭകളാണ് ബി.ജെ.പി. ഭരിക്കുന്നത്, പാലക്കാടും പന്തളവും. രണ്ടാമത്തെ നഗരസഭയിലും രാജി വന്നിരിക്കുന്നു. എന്തായാലും പുതിയ സമവായം അനുസരിച്ച് പുതിയ ഒരാളെ ചെയർപേഴ്സണും ഡെപ്യൂട്ടി ചെയർപേഴ്സണും ആക്കാമെന്ന ഒരു നിലപാടിലേക്ക് ഇപ്പോൾ ബി.ജെ.പി. നേതൃത്വം പോയിട്ടുണ്ട്. പക്ഷേ ഈ ഇടഞ്ഞു നിൽക്കുന്ന കൗൺസിലർമാർ അതിന് തയ്യാറാകുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും CPIM പറയുന്നത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ആളുകളെ ആക്കാൻ തങ്ങൾ സമ്മതിക്കില്ല എന്ന് തന്നെയാണ്. അവർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ 3 കൗൺസിലേഴ്സ് CPIM-നൊപ്പോ അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പോ നിൽക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. പന്തളം നഗരസഭാ അധ്യക്ഷയും ഉപാധ്യക്ഷയും രാജിവെച്ചു. ഇനി തുടർ നീക്കം എന്താണ് ബി.ജെ.പിയുടേത് എന്നതാണ് ശ്രദ്ധേയം.